ഹലോ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചില്ലി പോർക്ക് റെസിപ്പി ആയിട്ടാണ്. ആദ്യമായിട്ടാണ് ഞാനത് ട്രൈ ചെയ്യണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ നമുക്ക് പോർക്ക് ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, അതിനുശേഷം 2 ടേബിൾ സ്പൂൺ സോയാ സോസും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊന്ന് മിക്സായി വന്നതിന് ശേഷം അതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച പോർക്ക് നമുക്ക് ഇതിലിട്ട് ഇട്ട് കൊടുത്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 1/2 hour നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. 1/2 hourന് ശേഷം നമ്മുടെ പോർക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച പോർക്ക് എടുത്തിട്ട് നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് വേറൊരു ചട്ടി വെച്ച് അത് ചൂടായതിന് ശേഷം നമ്മൾ പോർക്ക് വറുത്ത എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം സവാള ഇട്ട് കൊടുത്തിട്ട് ഒരു 2 to 3 minutes തന്നെ നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കതിലോട്ട് നീളത്തിൽ അരിഞ്ഞ ഒരു 4-5 പച്ചമുളക് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം കേട്ടോ. ക്യാപ്സിക്കം നല്ലോണം ഒന്ന് കുക്കായതിന് ശേഷം നമുക്കതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പോർക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ സോസുകൾ ഒഴിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്ത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമ്മളൊരു ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കട്ടയില്ലാണ്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തത് ഒഴിച്ചു കൊടുത്ത് ഒരു 2 to 3 minutes കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചില്ലി പോർക്ക് ഇവിടെ റെഡിയാണ്. വളരെ ടേസ്റ്റി ആയിരുന്നു. നിങ്ങൾ ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിവിടെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലിട്ട് മാരിനേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു മസ്റ്റ് ട്രൈ ആണ്. നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. താങ്ക് യു.